ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. സോ ഇന്ന് എനിക്ക് പറയാനുള്ളത് 10th പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളോടാണ്. സോ നിങ്ങളുടെ മാർക്കിനോട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും എത്ര കിട്ടും എന്നതിൽ. എത്രയാണോ കിട്ടുന്നത് അതിൽ നല്ലതാണെങ്കിലും ഇനിയിപ്പോൾ തീരെ ഇല്ലെങ്കിലും മോശമാണെങ്കിലും നിങ്ങളെന്താ ചെയ്യുക, നിങ്ങൾ ഹാപ്പിനെസ് ആവുക, പോസിറ്റീവായി ചിന്തിക്കുക. നമുക്കെന്താ 10ാം ക്ലാസ് മാർക്കോ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് മാത്രം പോരാ എവിടെ എത്താൻ. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൽ കുറഞ്ഞു പോയി നേച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, യാതൊരു സങ്കടപ്പെടാനും നിങ്ങൾ നിൽക്കരുത്. അതാണ് എനിക്ക് ഇങ്ങോട്ട് തരാനുള്ള അഡ്വാൻസ്. എൻ്റെ ചങ്ങായിക്ക് കൂടുതൽ മാർക്കുണ്ട്, അതുകൊണ്ട് അവന് നല്ല കോളേജിൽ പഠിക്കണം, അവൻ നല്ല സ്കൂളിൽ പഠിക്കും, അപ്പോൾ നീ പെരക്കന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ നമ്മളെ അടുത്തോട്ടൊക്കെ വരും. നിങ്ങളതൊന്നും എന്ത് ചെയ്യരുത്, മൈൻഡാക്കാൻ നിൽക്കരുത്. അപ്പോഴാണ് നിങ്ങളൊരു തോൽവിയിലേക്ക് എത്തിക്കുക. ഇപ്പം നിങ്ങൾ സ്കൂളെടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും അടിയൊന്നും രസമില്ല, അടിയൊന്നും വൈബിലാസ്. എനിക്ക് പറയാനുള്ളത്, സ്കൂളെന്ന് പറയുന്നത് അത് സ്വയം വൈബാക്കി എടുക്കേണ്ടതാണ്. അല്ലാണ്ട് സ്കൂളിൽ എന്ത് വൈബാണുള്ളത്, അതൊക്കെ ഓരോരുത്തർ പോയിട്ട് എന്താ ചെയ്യുക, ഇഷ്ടപ്പെട്ടത് ചെയ്യുക, അവരെ എൻജോയ്മെൻ്റ് ആക്കുക, അവരെ ഹാപ്പിനെസ് ഉണ്ടാക്കുക, കളിക്കുക, ചിരിക്കുക. നമ്മളാണ് നമ്മളൊന്ന് വൈബാക്കി എടുക്കേണ്ടത്, അല്ലാണ്ട് തനിയൊരു സ്കൂള് വൈബായി കിട്ടൂല. പിന്നെയുള്ള കാര്യം, നിങ്ങളെ ഫ്രണ്ട്സ് എടുത്ത സബ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അവർക്ക് അതിനോട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. എൻ്റെ ഫ്രണ്ട്സ് അതാ പഠിക്കുന്നത്, അത് വിചാരിച്ച് ഞാൻ ആ കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു പൊട്ടന്മാരായിട്ട് മാറത്തുള്ളൂ. അവർക്ക് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. നിങ്ങൾക്കാണെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സ് എടുത്തിട്ടാണ് നിങ്ങളായെടുത്തതെന്നുള്ളൊരു ചോയ്സും. സോ നിങ്ങളുടെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ്ബിനോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ബ് എടുത്തിട്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. ഏതൊരു സബ്ബായാലും എന്തായാലും പഠിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുന്ന സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് തോന്നും എന്നെക്കൊണ്ടൊന്നും ഒന്നാവില്ല, ഇതൊന്നും പഠിക്കാനാവില്ല, കൊമേഴ്സ് എടുക്കാനില്ല, സയൻസ് എടുക്കാനാവില്ല എന്നൊക്കെ തോന്നും. നമ്മൾ ഏതൊരു കാര്യമായാലും ഇഷ്ടത്തോടെ എടുക്കുമ്പോൾ അതിനോട് നമുക്ക് നല്ല താല്പര്യം ഉണ്ടാവും. ഇഷ്ടമല്ലാണ്ട് നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രസവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാനാണെന്ന് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായിനാ. അധികം ആളും മാർക്കില്ലാത്തവരാണ് പല സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ളത്. ദാറ്റ് ഈസ് മോട്ടിവേഷൻസ്. ഓക്കെ, നിങ്ങൾ തളരരുത്. സോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നോക്കിയും കണ്ടൊക്കെ ഇരിക്കുക. ജീവിതമാണ് അല്ല നമുക്ക് ഓരോ സങ്കടങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ ഓരോ വിഷമങ്ങൾ തരുന്നത് പഠിച്ചോന്നെ നമ്മളെ നോക്കാൻ, അതെങ്ങനെയാണ് നീ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പ്രോബ്ലത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ എന്താണെന്നാണ് നീ കണ്ടുപിടിക്കേണ്ടത്. വെറുതെ പോയിട്ട് വളർത്ത് ചാടാൻ നിൽക്കേണ്ട. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളെ ചോദിച്ചാണ് എന്ത് പഠിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങളാരും പഠിക്കണം. നിങ്ങളെ പാരൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ സൂപ്പറാണ്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, നല്ല കുട്ടിയായി വളരാം. സോ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ.